ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ 2024 പുതുവത്സര 2024 ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ഈ വർഷം സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ. അങ്ങനെ എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾക്ക് ഒരുപാടൊന്നും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും 2 സ്ഥാപനങ്ങൾ നമുക്ക് തുടങ്ങാൻ സാധിച്ചു. രണ്ടും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ പാഷന്റെ പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഹെയർ ഓയിൽ. നിങ്ങൾക്കറിയാം, രൂപശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിതുവരെ ചാനലിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 സ്ഥാപനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗിവ് അവേയുടെ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗിവ് അവേയുടെ ചലഞ്ചിൽ വിന്നായിട്ടുള്ള ആളുകൾ കുറച്ച് പേര് ആ 9496 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാം. നാളെയും മറ്റന്നാളും ആയിട്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഗിവ് അവേയിൽ വിന്നേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, നാളെ അയച്ചു തുടങ്ങും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഫുള്ള് തിരക്കിലായിരുന്നു. ഞങ്ങളൊരു ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മൂന്നാറൊക്കെ പോയി. ഇൻസ്റ്റയിലെ ഒരു വീഡിയോ കിട്ടും. നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം നമ്മൾ അത് വീഡിയോസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൂറിന്റെ ആ ഒരു സുഖം അങ്ങോട്ട് പോകും. എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്, പക്ഷെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ രൂപയുടെ വ്ളോഗ്, വീട്ടിലുള്ള നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതെന്തെങ്കിലുമൊക്കെ നല്ല വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും, നമ്മുടെ ഹെയർ കെയർ, സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിലും, നമ്മുടെ മറ്റേ ചാനലിൽ എൻ്റെ കുറച്ച് ഹെൽത്തിൻ്റെ ടിപ്സ്, അതേപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആ ചാനലിലും പറയാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആദ്യം ആശംസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഈ വർഷം നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ഈ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സംഭവം നടക്കാൻ പോകുന്നത്, എന്തായാലും നമ്മളത് വീഡിയോയിൽ നമ്മൾ കാണിക്കും. ഒരുപാട് അച്ചീവ്മെന്റുകളൊന്നും കഴിഞ്ഞ വർഷം നമുക്ക് പറ്റിയില്ലെങ്കിൽ ഈ വർഷം പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കണമുണ്ട്. അപ്പൊ ഹെയർ ഓയിലിനെ കുറിച്ച് കുറച്ച് സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ ജസ്റ്റ് ഒരു ഹെയർ ഓയിൽ അല്ല, പലരും ഒന്നിൽ കൂടുതൽ ഹെയർ ഓയിലുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഹെയർ ഓയിൽ ഇല്ലേ, ഇന്നതിന് ഹെയർ ഓയിൽ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വിളിക്കും. നമ്മുടെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എക്സ്റ്റേണൽ ഹെയർ കെയറിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഓയിലാണ്. നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹെയർ സെറത്തിന്റെ ആവശ്യം ഇല്ല. നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുടി കൊഴിച്ചലിന് സെപ്പറേറ്റ് ഹെയർ ഓയിൽ, അതേപോലെ തന്നെ മുടി സ്മൂത്ത് ആക്കാൻ സെപ്പറേറ്റ് ഹെയർ ഓയിൽ, മുടി തിക്കാവാൻ സെപ്പറേറ്റ് ഹെയർ ഓയിൽ, അങ്ങനെ ഒന്നും തന്നെ നമുക്കില്ല. നമുക്ക് എല്ലാത്തിനും കൂടി ഒറ്റ ഹെയർ ഓയിലാണ്. ആ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ മുടിയുടെ ഒരു 99% പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ, ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. 2-3 പേര് നീരിറക്കത്തിന്റെ ഒരു ഇത് പറഞ്ഞിരുന്നു, പക്ഷെ അത് അവർ ഉപയോഗിക്കുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാണ്. ഫസ്റ്റില് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അവരെ നമ്മൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ച് നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇത് കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് ഓക്കെ ആയി. നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും അതിനൊരു രീതി ഉണ്ടായിരിക്കും. നമ്മൾ ഏത് സംഭവം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ത്രൂ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പക്കയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വേറെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഡാൻഡ്രഫിന് നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മുടെ ഓയിൽ തരുന്നുണ്ട്. മുടി നല്ല രീതിയിൽ കൊഴിച്ചിൽ നമുക്ക് കുറച്ച് നമ്മുടെ മുടി ഹെൽത്തി ആക്കി നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട്. മുടി നല്ല രീതിയിൽ പുതിയത്, അതായത് പോയ മുടികൾ പുതിയത് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഹെയർ ഒന്ന് തിക്കായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഈ ഓയിൽ നിങ്ങളുടെ മുടിയിലേക്ക് അബ്സോർബ് ആവും. എക്സ്ട്രാ ഓയിലാണ് നമ്മൾ കഴുകുമ്പോൾ പോവുക, മുടിയിലുള്ളത് അതേപോലെ നമുക്ക് നിൽക്കും. അപ്പം നമ്മുടെ മുടി ഒട്ടിപ്പിടിക്കുക, മുടി ഇഴുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഓയിലില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങൾക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യാം. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഹെയർ ഓയിലിനെ കുറിച്ചോ ഹെയർ ഓയിൽ എങ്ങനെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വാട്സപ്പിൽ ഞാൻ നമ്പർ പറഞ്ഞിരുന്നു. 7902364154 അതാണ് എൻ്റെ നമ്പർ.
നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഓയിലിന്റെ A to Z ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ rubaherbals.com www.rubaherbals.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ഈ വർഷം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് ഹെയർ കെയറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ്, ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് മുടി സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ആണ്. ഞാൻ 1000-ങ്ങളും 10,000-ങ്ങളും ചെലവാക്കിയാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. നമുക്കൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരാം. അതേപോലുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇനി ഉൾപ്പെടുത്തുന്നതാണ്. ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല സന്തോഷമുള്ളതാവട്ടെ. ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാവട്ടെ. പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. എല്ലാവരും ഹെൽത്തി ആയിരിക്കാൻ പറ്റട്ടെ. അപ്പോ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ട. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.